കേട്ട കൂട്ടന്മാരെ, ഇന്ന് ഓഫീസിൽ ഒരു ഫോൺ കോള് വന്നിരുന്നു. ഒരു വെൽവിഷറിന്റെ. ഏതോ ഒരു പെണ്ണ, ഒരു ഭ്രാന്തി. കുട്ട ഏട്ടത്തേക്ക് വെള്ളം കൊടു. ചോറ് മണ്ടേ കയറിയ നാട്ടിൻപുറത്തൊരു ഫസ്റ്റ് എയ്ഡാ, ഉച്ചക്കടിക്കുക. ഓക്കെ ആയല്ലോ. അപ്പൊ വെൽവിഷർ ഒരു തരം ആണും പെണ്ണും കേട്ടോ ശിഖണ്ഡി ടൈപ്പ് ശബ്ദം. ഉളംപറ കേസാ. ഒരുപാട് ഇംഗ്ലീഷൊക്കെ പഠിച്ച് തലയെറിഞ്ഞായിരിക്കും. അതെങ്കിതു അവള് പറഞ്ഞു നീ ഒന്ന് കേൾക്കണമായിരുന്നു. ചെവിക്കല്ലിലിട്ട് പൊട്ടിക്കാൻ തോന്നും. ബ്ലഡി. വീണ്ടും ചുമക്കണോ? ഉച്ചക്കടിക്കണോ? വേണ്ട. അപ്പൊ അവള് പറഞ്ഞു കേക്കണ്ടേ, ഞാൻ നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ഗീതുവിനെയും കൂട്ടി DGPയുടെ വീട്ടിൽ പോയി താമസിക്കണ അത്രേ. അല്ല ഗീതു എന്നെ പറ, ഈ ജന്മ ഈ കുട്ടികളെ പിരിഞ്ഞൊരു നിമിഷം ജീവിക്കാൻ വേണ്ട, അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും നിനക്ക് കഴിയോ? മനസ്സിലായില്ലേ? അവളാടി ശബ്ദം മാറ്റി വിളിച്ചത്. ഏട്ടാ, ഞങ്ങളൊരു കാര്യം പറയട്ടെ. ഏട്ടൻ ഏട്ടത്തിയോടൊപ്പം അവരുടെ വീട്ടിൽ പോയി താമസിച്ചോ? ഞങ്ങളെ നോക്കാൻ അച്ഛനുണ്ടല്ലോ. ഏട്ടത്തിയുടെ മനസ്സിൽ ഏട്ടൻ മാത്രമേ ഉള്ളൂ. ഞങ്ങളെയൊക്കെ കാണുന്നത് തന്നെ ഏട്ടത്തിക്ക് കലിയാണ്. അതുകൊണ്ട് ഏട്ടൻ പൊയ്ക്കോ. ഏട്ടൻ പോവാം. രണ്ട് മിടുക്കം പയ്യന്മാരെ കണ്ടുപിടിച്ച് എന്റെ ഈ പാവം കുട്ടിയെയും ഈ വായാടി കുട്ടിയെയും അവരുടെ ഏൽപ്പിച്ചിട്ട് ഏട്ടൻ പോവാം. അതുവരെ നമ്മളെ പിരിക്കാൻ ഈശ്വരന് പോലും ആവില്ല. ഒന്നും വിഷമിക്കണ്ട. മക്കള് പോയി ആഹാരം കഴിച്ചിടുന്നു തുടങ്ങിക്കോ. ഒന്നും വിഷമിക്കണ്ട, മക്കള് പോയി ആഹാരം കഴിച്ചു കിടന്നു. നല്ലോണം വേർക്കുന്നല്ലോ. ഇപ്പോഴൊക്കെയാണ് ഒരു AC-യുടെ ആവശ്യം. അധികം സ്മാർട്ട് ആവണ്ട. നിങ്ങൾ കമ്മീഷണർ ആണെങ്കിൽ ഞാൻ DGPയുടെ മോളാ. ശബ്ദം മാറ്റി പറഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യുന്ന അറിഞ്ഞോണ്ട് തന്നെ വിളിച്ചത്. മാറി താമസിച്ചാൽ എന്താ? നാളെ തന്നെ നമ്മൾ എന്റെ വീട്ടിലേക്ക് മാറുന്നു. നമ്മൾ മാറുന്നില്ല, നിനക്ക് വേണമെങ്കിൽ മാറാം. അങ്കിളിനും പെങ്ങന്മാർക്കും മാസം മാസം ചെലവിനുള്ള പണം കൊടുത്താ പോരെ? സഞ്ജീവന് കിട്ടുന്ന മുഴുവൻ ശമ്പളവും കൊടുത്തോ? എനിക്ക് ഒരു വിരോധവും. എന്താ അത് പോരെ? പോരാ. ഡാഡിയുടെയും മമ്മിയുടെയും സ്നേഹം ഒരുപോലെ അനുഭവിച്ച് വളർന്ന നിനക്ക് പെറ്റമ്മയില്ലാതെ വളരുന്ന പെൺകുട്ടികളുടെ ദുഃഖം ഈ ജന്മം മനസ്സിലാവില്ല. ഇതാ ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും. പെങ്ങന്മാർക്ക് എന്തുമാത്രം പെറ്റ് നെയിംസാ. കുട്ടന്മാരെ, മോളെ. എന്നെ ഒരിക്കലെങ്കിലും മോളെ എന്ന് വിളിച്ചിട്ടുണ്ടോ? അയ്യോ, നിന്നെ പലപ്പോഴും മോളെ എന്ന് വിളിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ മോളേക്ക് മുമ്പ് വേറെ ചിലത് കൂടി ചേർക്കേണ്ടി വരും. അതെന്താ? അത് പുന്നാര മോളേ, കരളിന്റെ മോളേന്നൊക്കെ. എടി, വീട്ടില് സ്ഥാനം വേണമെങ്കിൽ ആദ്യം ഒരു നല്ല പെണ്ണാവണം, പിന്നെ നല്ല ഭാര്യയാവണം. ഒരുപാട് ഭാരം ചുമക്കേണ്ടവളാണ് ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. നീ ഇത് കേട്ടിട്ടുണ്ടോ? മലയാളം പാട്ടും കവിതയൊന്നും എനിക്കറിയില്ല. ഞാൻ മലയാളം പഠിച്ചിട്ടില്ല, ഇനി പഠിക്കുകയും വേണ്ട. അതാണ് അടിസ്ഥാനപരമായ കുഴപ്പം. നീ വന്നിട്ട് ഇത്രയും ദിവസമായില്ലേ, ഇതുവരെ എനിക്കൊരു ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? ഒരു ചമ്മന്തി അരയ്ക്കാൻ നിനക്കറിയോ? പോട്ടെ, ഏറ്റവും കുറഞ്ഞൊന്ന് സ്നേഹിക്കാൻ അറിയൂ. കല്യാണത്തിന് മുമ്പ് എനിക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു. എന്റെ ഭാര്യ എന്റെ സഹോദരിമാർക്ക് ഏട്ടത്തെയാവണം, അമ്മയാവണം, കൂട്ടുകാരിയാവണം എന്നൊക്കെ. എല്ലാം ആയില്ലെങ്കിലും ഇതിലേതെങ്കിലും ഒന്നായിക്കോട്ടെ നിനക്ക്. സാറെന്താ മുറ്റത്തിങ്ങനെ മഞ്ഞും കൊണ്ട്? ഒന്നുമില്ല, വെറുതെ ഓരോന്നിങ്ങനെ ആലോചിച്ച്. സാറിന്റെ ഇടതു ഭാഗം അല്പ കുഴപ്പമാണല്ലേ? ഒരു കുഴപ്പമില്ല. അതല്ല, ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ചില പൊട്ടലുകളും ചീറ്റലുകളും ഒക്കെ കേൾക്കാറുണ്ടെന്ന് എന്റെ ഭാര്യമാര് പറഞ്ഞാണ്. പൊട്ടലും ചീറ്റലും അതിവിടെ കടുവറുത്തപ്പോ കേട്ടായിരിക്കും. കടുവറുക്കുമ്പോ അങ്ങനെ ഇംഗ്ലീഷ് പൊട്ടലൊന്നും കേൾക്കാറില്ലല്ലോ. ഇടയ്ക്ക് അല്പസ്വല്പം കശവിശയൊക്കെ ഇല്ലെങ്കിൽ പിന്നെ ദാമ്പത്യ ബന്ധത്തിന് എന്ത് സുഖാടോ. അപ്പൊ അല്പസ്വല്പമൊക്കെ ഉണ്ട്. അതൊക്കെ സാർ എന്നെ കണ്ടു പഠിക്കണം. സാറ് കേട്ട് കാണുമല്ലോ, 2 മലകൾ തമ്മിൽ ചേരും, പക്ഷെ 4 തമ്മിൽ ചേരില്ല എന്ന്. അതെന്റെ കാര്യത്തിൽ തെറ്റാ. എനിക്ക് 2 ഭാര്യമാരല്ലേ. ഒരപശബ്ദം ഇന്നുവരെ അവിടുന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? ഞാൻ വരയ്ക്കുന്ന വരയ്ക്കപ്പുറം അവളുമാർ ഒരു ചുവട് മുമ്പോട്ട് വെക്കില്ല. പക്ഷെ എവിടെ വരയ്ക്കണമെന്നുള്ളത് അവളുമാര് തീരുമാനിക്കും അല്ലേ? കഷ്ടപ്പെട്ട് പലിശക്ക് പണം കടമേടിച്ച അവനെ ഞാൻ IPS കാരനാക്കിയത്. എന്നിട്ടും എന്റെ തന്തയ്ക്ക് വിളിച്ച സർക്കിളിലെ അവൻ തന്തയ്ക്ക് വിളിച്ചില്ല. ആദർശവാദി. എന്റെ മരുമോള് നല്ലോളാ, ദേവതയാ. അവളുടെ കാശ് കൊണ്ടാ ഞാനിപ്പൊ ജീവിക്കുന്നത്. എന്റെ വയറ്റിൽ കിടക്കുന്ന മദ്യം DGPയുടെ മോള് വാങ്ങി തന്നതാ. അതിന്റെ അന്തസ്സ് എനിക്കുണ്ടടാ. കേട്ടോടാ സഞ്ജീവ. മർമ്മം നല്ല ഫോമിലാണല്ലോ. കേട്ടില്ലേ, കുടിക്കാൻ പണം കൊടുക്കുന്ന സാറിന്റെ ഭാര്യയാണെന്ന്. ശരിയാണോ സാർ? എനിക്കറിയില്ല. താൻ പിടിച്ചോണ്ട് റൂമിൽ കൊണ്ട് കിടത്തോ. സാർ. സഞ്ജു, കോഫി. എന്താ ഇത്?
ബെഡ് കോഫി. ഗീതുവിന്റെ കൈ കൊണ്ട് ഗീതു ഉണ്ടാക്കിയ കോഫി. ഈശ്വര, ഇതെന്താ മായയോ? മായല്ല, ഗീതു. 2000 ആണ്ടോടെ പല അത്ഭുതങ്ങളും നടക്കുന്ന അതിലൊന്നും നടന്നു കഴിഞ്ഞു. എന്റെ ഭാര്യയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ആദ്യത്തെ കോഫി. Cheers. ഇതെന്താ? കാപ്പിയോ പാഷാണോ? കോഫി. ഇതെന്ത് കുന്തം കൊണ്ടുണ്ടാക്കിയത്? കോഫി പൗഡർ, മിൽക്ക്, ഷുഗർ, ഹോട്ട് വാട്ടർ എല്ലാം കൂടി മിക്സ് ചെയ്ത കോഫി. ആഹാ, നന്നായിരിക്കുന്നു. എന്തൊരു കയ്പ്. ഏട്ടത്തി ഇതിൽ നിന്നാണ് പഞ്ചസാര എടുത്തത്? യെസ്. ഏട്ടാ, ഇത് പഞ്ചസാരയിൽ ഉപ്പാ. എടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ പറയില്ലായിരുന്നോ? ആഹാ, അപ്പൊ ഞാൻ ഇന്ന് കോഫി ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കി പഞ്ചസാര ഇരുന്നെടുത്ത് ഉപ്പ് കൊണ്ടുവച്ചു അല്ലേ? എന്നെ തോപ്പിക്കാൻ വേണ്ടി പേർപ്പസ് ആയിട്ട് ചെയ്തതാ. അയ്യോ ഏട്ടത്തി, വേണ്ട, കോഫി ചീറ്റിപ്പോയി. പോട്ടെ, ഐ മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. തുപ്പിതാ. എടി, ഇവിടെ നമ്മളെ ഉദരരോഗികളാക്കുവോ? അങ്ങനെ വെള്ളരിക്കയായി. ഇനി പാവയ്ക്ക. അത് ഒന്നും കുറയ്ക്കണ്ട. IPS തലകുലിക്ക് സമ്മതിക്കണം. ഇതെന്താടി ഇത്? ഇംഗ്ലീഷ് മോഡൽ സാമ്പാറായിരിക്കും ചേച്ചി. ഏട്ടത്തി എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? കുട്ടന്മാർക്ക് എന്താ വേണ്ടത്? ദോശയോ ഇഡ്ഡലിയോ ഉണ്ടാക്കാം. അതിനുള്ള മാവരിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇത് മൈദാമാവാ. അതൊക്കെ എനിക്കറിയാം. ഇത് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി കുഴച്ചതാ. അയ്യോ, എടുത്തത് പാത്രത്തിനടപ്പാ. ദോശകല്ല് അവിടെയാ. ദോശ സ്റ്റോണെന്ന് എഴുതി വെച്ചൂടെ ഇവളുമാർക്ക? ഞങ്ങളും കൂടെ സഹായിക്കാം ഏട്ടത്തി. വേണ്ട, ഇതൊക്കെ എനിക്കറിയാം. ഇതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനല്ലേ? ആരും സഹായിക്കണ്ട. ആഹാ, ഇന്ന് മരുമകളുടെ കൈകൊണ്ടാ പാചകം. ആ, ഇന്ന് മുതൽ ഞാനാ അടുക്കള ഭരണം. അങ്കിള് പോയി കുളിച്ച് റെഡി ആയിട്ട് വരൂ. ഐ ഗിവ് യു എ വണ്ടർഫുൾ ബ്രേക്ക്ഫാസ്റ്റ്. വെരി ഗുഡ്. ഓ എന്റെ ഭഗവാനെ, DGPയുടെ മോളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിളിന് ഭാഗ്യം ഉണ്ടായല്ലോ. മുജ്ജമ്മ സുഹൃതം. എന്തേ, ഏട്ടത്തെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ലേ? ഒരു രക്ഷയില്ല, പാചകം തകർക്കയാ. ഏടത്തേക്ക് നല്ല സ്പീഡ്. ഓ, ഭയങ്കര വിശപ്പ്. എന്തെങ്കിലും ഇത് പെട്ടെന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഇന്ന് മരുമകളുടെ ബ്രേക്ക്ഫാസ്റ്റാ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി. യെസ്. How is it? ഇതെന്താടാ, ദോശയോ ഇഡ്ഡലിയോ? ഇതാണച്ചാ ദൊഡ്ഡലി. മനസ്സിലായില്ലേ? ദോശയുടെ ദോയും ഇഡ്ഡലിയുടെ ഡലിയും ചേർന്ന ദൊഡ്ഡലി. ആഹാ, ഉയ്യോ. കുറച്ചുകൂടാവാം. അയ്യോ, ഇതെന്ത് കറിയാത്? എന്ത് കറിയാവട്ടെ. എങ്ങനെയുണ്ട്? ഒരു പച്ചക്കറി കടയിലേക്ക് നോക്കുന്ന പോലുണ്ട്. ഇതെന്തിനാത്? ആനയ്ക്ക് ഉടക്കാനാ? കുട്ടാ, ഒരു ആംബുലൻസ് വിളിച്ചോ. എന്ത് പറ്റിയച്ചാ? വയറ് കത്തുന്നു. മരുമകൾ ഉണ്ടാക്കിയ കറി കുറെ ഞാനങ്ങ് കഴിച്ചു. എരിവ് മർമ്മത്തിൽ തട്ടിയതാ. 1.5 കിലോ മുളക് പൊടിയും 1 കിലോ ഉപ്പുമാണ് അകത്ത് പോയിരിക്കുന്നത്. നോർമൽ ആവാൻ കുറച്ച് സമയം എടുക്കും. പോയി റൂമിൽ കയറിക്കോ. മക്കളെ, അറിയാതെങ്ങാനും ഇതെടുത്ത് നമ്മുടെ പട്ടിക്കോ പൂച്ചയ്ക്കോ ഇട്ട് കൊടുത്തേക്കല്ലേ, തട്ടിപ്പോവും. സഞ്ജു, സഞ്ജു, ദിസ് ഇസ് നോട്ട് ദി മാറ്റർ ഓഫ് ഫുഡ് ബട്ട് ദി മാറ്റർ ഓഫ് ഇന്റിമസി. സഞ്ജുവിന്റെ മനസ്സ് മുഴുവൻ പെങ്ങന്മാരാ. അവിടെ വൈഫിന് സ്ഥാനമില്ല. അതുകൊണ്ട് എന്നോട് ഈ ഇഷ്ടക്കേട്. അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ എന്താ? ഒന്നും സംഭവിക്കില്ല. അയ്യോ, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ എന്താ? ഒന്നും സംഭവിക്കില്ല. അയ്യോ, അതാരും കഴിക്കല്ലേ, ഞാനിപ്പോ ചത്തുവേ. അയ്യോ, 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 അയ്യോ. കേട്ടില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇന്നേ വരെ ആരെങ്കിലും മരിച്ചതായി കേട്ടിട്ടുണ്ടോ? പിന്നെ നീ പറഞ്ഞില്ലേ സ്നേഹത്തെ കുറിച്ച്, അതെന്താണെന്ന് നിനക്ക് മനസ്സിലാവില്ല. കാരണം നിന്റെ ഈ ദേഹം മുഴുവൻ അസൂയ, കുശുമ്പ്, പിന്നെ ഒരു ചാക്ക് പൊസസീവ്നെസ്സും. എന്താ അതിന്റെ മലയാളം? സ്വാർത്ഥതാപൂർണമായ നിർബന്ധ ബുദ്ധി. ഈ ജന്മം നിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം മേടിച്ച് കുടിച്ചിട്ട് ചാകാന്നുള്ള വിശ്വാസം എനിക്കില്ല.
നിങ്ങൾ വിജയിച്ചു. അധികാരം വീണ്ടും നിങ്ങളുടെ കയ്യിൽ വന്നു അല്ലേ? അങ്ങനൊന്നുമില്ല ഏട്ടത്തി. ഞങ്ങൾക്ക് അധികാരം ഒന്നും വേണ്ട. ഏട്ടനും ഏട്ടത്തിയും സമാധാനമായിട്ട് ജീവിക്കുന്ന കാണാനാ ഞങ്ങളുടെ ആഗ്രഹം. ചിലപ്പോ തോന്നും അവൾക്കൊരു നട്ട് കൂടുതലാണെന്ന്, ചിലപ്പോ തോന്നും ഒന്ന് കുറവാണെന്ന്. ഇന്ന് അവൾ അടുക്കളയിൽ എന്തെല്ലാമാ കാട്ടിക്കൂട്ടിയത്. പാവം അച്ഛന്റെ ഒരു കാര്യം. ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടല്ലേടോ ഞാനിപ്പോഴും വിഭാരനായിട്ട് കഴിയുന്നത്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, അൺമാരീഡ് സ്കൗണ്ടറൽസ് ആർ ബെറ്റർ ദാൻ മാരീഡ് സ്കൗണ്ടറൽസ്. അതായത് വിവാഹം കഴിഞ്ഞ ഇരപ്പാളികളെക്കായി ഭേദം വിവാഹം കഴിക്കാത്ത ഇരപ്പാളികളാണെന്ന്. എനിക്ക് ഫീൽ ചെയ്തു. ഏയ്, പക്ഷെ മലയാളത്തില് വേറൊരു ചൊല്ലുണ്ട് സാർ. വിവാഹിതര് പട്ടിയെ പോലെ ജീവിച്ച് അവസാനം രാജാവിനെ പോലെ മരിക്കും. അവിവാഹിതര് രാജാവിനെ പോലെ ജീവിച്ച് അവസാനം പട്ടിയെ പോലെ മരിക്കും. എന്താ സാർ, സാറിന് ഫീൽ ചെയ്തോ? അത് താൻ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. ആ പെണ്ണ് കെട്ടിയില്ലെങ്കിൽ അവസാന കാലത്തൊരു തുള്ളി വെള്ളം തരാൻ ആരും ഉണ്ടാവില്ല എന്നൊരു വീക്ക് പോയിന്റ് ഉണ്ട്. എന്നാലും ഈ ഏകാന്ത ജീവിതം പരമാനന്ദമാടൂ. തന്നെ പോലെ മനസ്സിൽ എരിവിന് സഞ്ചാരമൊന്നും വേണ്ടല്ലോ. മഹാകവി കുഞ്ഞൻ നമ്പ്യാർ പാടിയ ഫയൽമാന്റെ അവസ്ഥ അതെനിക്ക്. ഫയൽമാൻ അടവിൽ ഗംഭീരൻ, പർവ്വതത്തെയും അടിവിഴപ്പവൻ, കൃഷകാത്രിയാം ഭാരതൻ മുമ്പിലോ ഉഷിതെല്ലാം ഒഴിഞ്ഞ നിർഗുണൻ. കുഞ്ചൻ നമ്പ്യാർ അങ്ങനെ പാടിയിട്ടുണ്ട്. ആ. ടെൻഷൻ വേണ്ട. ഓ, എടോ, താൻ ഭാര്യയുടെ കാര്യം ഓർത്തൊന്ന് മൂടൗട്ടാവണ്ട. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഏത് പെണ്ണും ഒന്ന് അമരും. പിന്നെ അറ്റാച്ച്മെന്റ് മുഴുവൻ കുഞ്ഞിനോടാവും. അതോടെ പ്രശ്നങ്ങളും കുറയും. എന്താ അതിന്റെ സിംറ്റംസ് എല്ലാം കണ്ടു തുടങ്ങിയോ? എവിടെ ഒരു പരിപാടിയില്ല.